ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് വന്നു. യെസ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബിഗ് ബോസ് സ്റ്റാറായ രേണുസുതി. അത് രേണുസുതി വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഇവിടുന്ന് ഹൗസിൽ കയറുന്നതിന് മുന്നേയായിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കയറിയത് ബിഗ് ബോസ് ഹൗസിൽ. പക്ഷേ ആ ഹൗസിലെത്തിയിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് ഒരു പോസിറ്റീവ് ഇമേജ് പുള്ളിക്കാരിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അവിടുന്ന് ആ പോസിറ്റീവ് ഇമേജുമായിട്ട് പുള്ളിക്കാരെ ഇറങ്ങി പുറത്ത് വന്ന് വീണ്ടും നെഗറ്റീവ് പരിപാടി വീണ്ടും തുടങ്ങി. അത് പുള്ളിക്കാരി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. എടി മറ്റവളെ, ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. ഈ ഷെഫീന ബീവി നിങ്ങളെ അറിയാത്തവർ, ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിക്കാം. പുള്ളിക്കാരി ഇതേപോലെ യൂട്യൂബറാണ്. പുള്ളിക്കാരി അതായത് ഈ രേണുസുതിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അതായത് മറ്റേ ഈ വീടിൻ്റെ ഇത്രയും വലിയ അഭിമാനം കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ എന്തിനാണ് വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് പ്രതികരിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരി വന്നത്. അതായത് ഈ രേണുസുതിക്ക് ഈ സ്ഥലവും ഇതൊക്കെ കൊടുത്ത ഒരു അച്ഛനായിരുന്നു. ആ അച്ഛനെ കുറിച്ച് എന്തൊക്കെ മോശം ഇതാ പറയുന്നത്. അതായത് എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ രേണുവിൻ്റെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റുന്ന സാധനമല്ല. ഒന്നാമത്തെ കാര്യം, രേണുവിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് സ്റ്റാർ മാജിക്കിൽ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ ഈ വീഡിയോ വെച്ച് കൊടുത്തത്. അതായത് രേണുവിൻ്റെ ഈ മറ്റേ സുധി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ രേണു എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഇവർക്ക് ഒരു ഇതേപോലെ അച്ഛൻ സ്ഥലം കൊടുക്കുന്നത്, അവർക്ക് ഇതേപോലെ ഒരു വീട് വെച്ച് കൊടുക്കുന്നത്. ആ ഗിഫ്റ്റായിട്ട് കിട്ടിയ വീടിനെ കുറിച്ച് ഇത് പറയുക മാത്രമല്ല, ആ അച്ഛനെക്കുറിച്ച് വേണ്ടാത്തതും പറഞ്ഞു, ആ അച്ഛനെക്കുറിച്ച് തെറിയും പറയുന്നു, അച്ഛനെക്കുറിച്ച് ബാക്കി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ബിൽഡറിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. ശരി, വീടാവുമ്പോൾ ചെറിയ അല്ലറ ചില്ലറ പണിയുണ്ടാകും. അപ്പോൾ എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്, ഇപ്പോൾ രേണുസുതിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് പുള്ളിക്കാരിക്ക് ഈ വീടിന് ചെറിയ വീടാകുമ്പോൾ ചെറിയ മെയിൻ്റനൻസ് കാണുമല്ലോ. അതൊക്കെ ചെയ്യാനുള്ള ചെറിയ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുള്ള പൈസ എന്തായാലും രേണുസുതിക്കുണ്ടല്ലോ. അത് വെച്ചിട്ട് അങ്ങ് ഇത് ചെയ്താൽ പോലും സിമ്പിളായിട്ട്. അതായത് ഒരാൾ ഗിഫ്റ്റായിട്ട് തന്നത്, അത് ഫ്രീ, ഒരു 5 പൈസ. അപ്പോൾ പോട്ടെ, നിങ്ങൾ പൈസ മുടക്കി ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഈ പരാതി പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് ഒരാൾ സഹായം ചെയ്ത് ആ സഹായം ചെയ്ത ആൾക്ക് എന്നെ തലക്കിട്ടടിക്കുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. അതായത് കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ മേടിക്കണ അവസ്ഥയായിപ്പോയി. അത് ബാക്കി ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ആ അച്ഛൻ പറയുന്നൊരു വീഡിയോ ഉണ്ട്, ആ അച്ഛൻ പറയുന്നത് അതും കൂടെ ഒന്ന് കണ്ടേക്കാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. നാടക നടിയല്ലേ രേണുസുതി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. ഈ അച്ഛൻ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛൻ ഒരു പാവപ്പെട്ട ഒരു പുള്ളിക്കാരിയെ സഹായിച്ചു. ഇനി ജീവിതത്തിൽ എന്താ പ്രശ്നം, ഇതേപോലെയുള്ള ആൾക്കാർ ഇനി ഈ പുള്ളിക്കാരുടെ അടുത്ത് വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരെ സഹായിക്കത്തില്ല. ആ ഒരു മെൻറ്റാലിറ്റിക്ക് പോകും. അത് ശരിക്കും അർഹതപ്പെട്ട ഒരാളെ സഹായിക്കാൻ തോന്നുമ്പോഴത്തേക്കും, നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അവരെ സഹായിക്കാൻ തോന്നത്തില്ല. അതായത് രേണുസുതി ആ സമയത്ത് വന്ന സമയത്ത് ഭയങ്കര ഫിനാൻഷ്യലി ബ്രോക്കായിരുന്നു. പുള്ളിക്കാരിക്ക് കിടക്കാനൊരു വീടില്ല. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയും, പോരാഞ്ഞിട്ട് അവരെ ഡീഫെയിം ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര. ഇതിന് കൂടാതെ വേറൊരു വീഡിയോ കൂടെ ഇറക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് മറ്റേ പുള്ളിക്കാരുടെ ഫാദറിന് ലോ ആണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതും കൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടേക്കാം. ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കറുത്ത പാട് കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ ടേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. ഇവിടം പോകാത്തതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നത്, ഷെയ്ഡിൻ്റെ തുമ്പ് തൊട്ട് പോകുമ്പം ഇവിടം പോകും. ഒരു വർഷം ഇനി തികയില്ല മൊത്തം പോകാനായിട്ട്. അതുപോലെ മേളിൽ പാരപ്പറ്റ് തൊട്ട് ഇളകി മൊത്തം മേളിൽ നിന്ന് പോയിട്ട് 2 പാളിയായിട്ട്, ഞാൻ ആ ഫ്രണ്ട് കൈകൊണ്ട് കാണിച്ച പോലെ പാളിയായിട്ട് ഇതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. കാരണം എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് ഇത്ര പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് ഇട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഫൗണ്ടേഷനും അതിൻ്റെ ബാക്കി തറപ്പണിയൊക്കെ നല്ലതാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ബേസിക് ഒരു വീടിൻ്റെ മെയിൻ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, അതാണ് മെയിൻ. അതിൽ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ മാത്രമേ വീടിന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജ് വരത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ കാണിച്ച ചെറിയ പൊട്ടൽ, പാരപ്പടിൻ്റെ ചെറിയ പൊട്ടൽ, അത് നോർമലി സാൻഡ് ഉപയോഗിച്ച് വീട് പണിയുന്ന എല്ലാ വീടുകൾക്കും ഇതേപോലെ പൊട്ടലും ഇതും വരുന്നുണ്ട്. ഇപ്പോൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ വീടുകൾ ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലം മണൽ ഇട്ടാണ് വീട് പണിയുന്നത്.
ഇപ്പോഴത്തെ കാലത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞ മണലിട്ട് വീട്, ഒരു മണലൊക്കെ ഇട്ട് ഒരു വീട് പണിയാനായിട്ട് എന്ത് ചിലവാണെന്നറിയും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ ഇതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മറ്റേ മണലൊക്കെ ഇട്ട് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ഇമ്പോസിബിൾ കാര്യമാണ്. എന്ന് വെച്ചാൽ അമ്മാതിരി റേറ്റാണ്. എന്ന് വെച്ചാൽ ഇവർക്കൊരു സഹായം ചെയ്യാണ്ട് ഇവർക്കൊരു നല്ല രീതിയിൽ കിടക്കാനായിട്ട്, അതായത് വേറെ ലീക്കോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വീടാണ് ഇവർ വെച്ച് കൊടുത്തത്. അത് എല്ലാവരും എംസാൻഡ് വെച്ചാണ് ഇപ്പോൾ വീട് പണി. ഇപ്പോൾ പുതിയ വീടുകളൊക്കെ മിക്ക വീടും എംസാൻഡ് വെച്ച്. അപ്പോൾ എംസാൻഡ് വെച്ച് പണിയുന്ന സമയത്ത് ചെറിയ ചില്ലറ പൊട്ടകൾ, ചെറിയ പൊട്ടലാണ്. ഇതൊക്കെ പാരപ്പള്ളിൽ ചെറിയ പൊട്ടലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിസ്സാര പണി. ഇവർക്കൊക്കെ ജസ്റ്റ് ഒരു മിനിക്ക് പണി പോലെ. ഇപ്പം രേണുസുതിക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഈ പ്രോഗ്രാംസും ഇൻ്റർവ്യൂവും ചെയ്തിട്ട് ആവശ്യത്തിന് ഫിനാൻഷ്യലി പുള്ളിക്കാരി സ്റ്റേബിളാണ്. പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് വെച്ച് ചെറിയ ഒരു അധികം ഒരു വീട് പണിയുന്ന അത്രയും പൈസയൊന്നുമില്ല. വല്ല ഒരു 10-20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മിനുക്ക് പണികളേ ഉള്ളൂ ഇത് കാണാനായിട്ട്. ഇത് എങ്ങനെ പോയാലും ഈ വീട് ഫുൾ ചെറിയ മിനുക്ക് പണി ചെയ്യാനായിട്ട് 10-20,000 രൂപയുടെ കേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇവർക്ക് തന്നെ ചെയ്താൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇത് ആ കോൺട്രാക്ടർ തന്നെ ചെയ്തു തരണം. അതായത് ഇവർക്ക് സഹായം ചെയ്ത് കൊടുത്ത അച്ഛനും മറ്റേ ആ കോൺട്രാക്ടറും ഇപ്പോൾ പെട്ടു. ആ കോൺട്രാക്ടറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ഇത് പഴയ വീഡിയോ, നല്ലൊന്ന് കണ്ടേക്കാം. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവർ നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചല്ല എന്ന് പറയുന്നത്. 2-3 തവണ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി. ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. യെസ്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, അതായത് ഇത് ഇവർക്ക് ചെയ്ത് കൊടുക്കണം, കുറച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. ഡിഫെയിം ചെയ്യും. അത് ആക്ച്വലി ഡിഫെയിമിംഗ് ആണ്. അത് എന്താ ഈ പുള്ളി ചെയ്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വെച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇനി ജന്മം ചെയ്താൽ ഇവരിനി ശരിക്കും ഒരു പാവപ്പെട്ടവർ വന്നാൽ പോലും ഇവരിനി സഹായിക്കത്തില്ല. ആ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ആ മെൻറ്റാലിറ്റി ഇവരുടെ ഇതിൽ നിന്ന് പോയി കാണും. ആ അച്ഛൻ എന്തായാലും ഇനി അച്ഛനൊരു ശരിക്കുള്ളൊരു പാവപ്പെട്ടവൻ വന്നാൽ ഇനി 5 പൈസ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണ്ടാത്ത വഴി കൂടെ പോയ പാമ്പിനെ പിടിച്ച് തോളത്തിട്ടിട്ട് അതിൻ്റെ കടി കൊണ്ട ഒരു അവസ്ഥയായി പോയി പാവ അച്ഛന്. ഇനി വേറൊരു വീഡിയോ ഉണ്ട്, രേണുസുനിയും കുറച്ച് പേരും കൂടെ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കണ്ടേക്കാം. വ്ളോഗ് ചെയ്ത എനിക്ക് പിന്നെ ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താണെന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ പരിസരത്ത് കാണത്തില്ലല്ലോ അച്ഛൻ. ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കോളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സാഹചര്യം കണക്കിലാക്കി ഈ അച്ഛൻ ചെയ്ത ഒറ്റ വലിയ തെറ്റാട്ടോ. അതായത് ഇവർ പാവപ്പെട്ടവരായാണ്. അതായത് ഈ പുള്ളിക്കാരൻ ഹസ്ബൻഡ് മരിച്ചപ്പോഴത്തേക്കും അച്ഛന് സാധാരണ തോന്നി പുള്ളിക്കാരൻ ഒരു സ്ഥലം കൊടുത്തു, അത് വീട് വെക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തു. അതാണ് ഈ പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഇതേപോലത്തെ വീഡിയോസ് ചെയ്തു വരുന്നത്. അതായത് ലോകത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത് പുള്ളിക്കാരിയുടെ നിങ്ങളുടെ ആ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പുള്ളിക്കാരി ആദ്യം ഈ വീട് ഹൗസ് വാമിങ്ങിൻ്റെ ഇത് കൊടുത്ത് താക്കോൽ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി യൂറോപ്യൻ ക്ലോസറ്റും അതൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട്, അയ്യോ എന്ത് നല്ല രസമുണ്ട്, യൂറോപ്യൻ ക്ലോസറ്റൊക്കെ എന്ത് നല്ല രസമുണ്ട്, ഇതുപോലത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത്രയും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തൊരു വീട്. ചെറിയ പോരായ്മകൾ വരും. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരുടെ നിന്ന് 5 പൈസ മേടിച്ചിട്ടില്ല. 5 പൈസ മേടിക്കാണ്ട് ഇവർക്കൊരു ഗിഫ്റ്റായിട്ട് അത് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഇത് മെയിൻറ്റെയിൻ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു, ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വരികയാണെങ്കിൽ ഇവർ വീട് പറയുന്നതിനൊരു കാര്യമുണ്ട്. ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഈ വീട് നമ്മുടെ ഈ ഇത് പറഞ്ഞ കോൺഫറൻസ് ഗ്രൂപ്പ് പോലെ വാറണ്ടി, ഇത്രയും വർഷം വാറണ്ടിയിലൊന്നും അല്ലല്ലോ ഇത് പണിഞ്ഞു കൊടുക്കുന്നത്. ഇവർക്ക് നോർമലി കിടക്കാൻ അധികം വെള്ളമൊന്നും ചോരാത്ത രീതിയിൽ വേറെ നല്ല രീതിയിൽ ബാത്റൂമൊക്കെ ഉള്ള നല്ല രീതിയിലൊരു സെറ്റപ്പ് അടച്ചുറപ്പുള്ള കിടന്നുറങ്ങാനുള്ള ഒരു വീടാണ് ഇവർക്ക് വെച്ച് കൊടുത്തത്. അതിലിപ്പോൾ നിലവിൽ ചെറിയ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ, ചെറിയ പൊട്ടലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ആസ്തി അവർക്കുണ്ട്. അവർക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പുള്ളിക്കാരനെ മെക്കിട്ട് കയറുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. ബാക്കിയും കൂടെ കാണാം. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു, അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛോ കൊടുത്തതോ കൊടുത്തു, ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ. അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നല്ല രീതിയിൽ കളിയാക്കാൻ. അതായത് പുള്ളിക്കാരൻ
ഒരു സ്നേഹം, അതായത് ഈ കഷ്ടപ്പാട് കണ്ട് കൊടുത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ പുള്ളിക്കാരി ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നത് കണ്ടിട്ട്. ബാക്കിയും കൂടെ കാണാം. രേണുസുതിയുടെ ലേഡി ഗുണ്ട. രേണുസുതി ശമ്പളത്തിന് കൊടുത്തേക്കുന്ന ലേഡി ഗുണ്ട. ഗുണ്ട എനിക്കെതിരെ വരുന്ന കൊഞ്ചു ആന്റണിയുടെയും പിന്നെ ഏതാ, അല്ല അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം. പിന്നെ ഒരു താത്തയെ കൊടുത്ത് അത് കൊള്ളാം, ആ പരിപാടി കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് ഇവരുടെ ഈ സിറ്റുവേഷൻ ആ സമയത്ത്, അന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നോട്ട് ഇവരുടെ ഈ കരച്ചിൽ കേട്ടിട്ട് പുള്ളിക്കാരനൊന്ന് മൈൻഡ് ചെയ്യാണ്ട് പോയിരുന്നെങ്കിൽ, അത് ഈ പരിപാടി ഒന്നും ചെയ്യാണ്ട് അങ്ങ് മൈൻഡ് ചെയ്യാണ്ട് പോയിരുന്നെങ്കിൽ ഇന്ന് രേണുസുതി എന്ന് പറഞ്ഞ ആളെ ഉണ്ടാവില്ല. അതൊന്നും ഓർക്കുന്നത് നല്ലതാണ്. അതായത് അന്ന് അച്ഛൻ ഇതേപോലെ സ്ഥലം കൊടുക്കാനോ മറ്റേ ഈ വീട് വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊന്നും ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ അച്ഛൻ്റെ പേരും പോവില്ലായിരുന്നു, അച്ഛന് വേറൊരു കുഴപ്പമില്ലെന്ന് അച്ഛന് ഇനിയും ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കുമായിരുന്നു. പിന്നെ ഈ അച്ഛൻ ചെയ്തു കൊടുത്തൊരു കാര്യത്തിന് അത് എങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ഇവർക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് പറയാനായിട്ട്. ആ വില കളയരുത്. പിന്നെ വേറെ ഒരാളുണ്ട്, അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പം പൂക്കുല എടുത്തുകൊണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ, അതും പ്രായപൂർത്തിയാകാത്ത, അപ്പൊ ഒരു 16 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ഇങ്ങനൊരു ഇവർക്ക് ന്യായീകരിക്കാൻ 1000 കാരണങ്ങളുണ്ട്. അതായത് ഇവർ തന്നെ ഒരു 3 പേര് ചേർന്ന് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് രേണുസുതിക്ക് അത്യാവശ്യം ഫെയിമായി കാര്യങ്ങളായി, വന്ന വഴി മറന്നുപോയി. ആ അച്ഛന് നല്ലൊരു പണിയും കിട്ടി, ആ കോൺട്രാക്ടർ നല്ലൊരു പണി കൊടുത്തു. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീഫെയിം, ഇത് പ്രോപ്പർ ഒരു ഡീഫെയിം തന്നെയാണ്. അതായത് ഒരു ഗിഫ്റ്റ് കൊടുത്ത സാധനം പോട്ടെ, ഇതിപ്പോൾ ആക്ച്വലി ഇവർക്കൊരു ഇത് ശരിക്കും ഒരു കൺസേൺ ആണ്. ഞാനിപ്പോൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഞാൻ കഷ്ടപ്പെട്ടൊരു വീട് വെച്ച് എൻ്റെ സ്ഥലവും മേടിച്ച് വീട് പണിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഈ കരച്ചിലും കാര്യങ്ങളും ഈ കുറ്റം പറയുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇത് 5 പൈസ മേടിക്കാണ്ട് ഒരു സ്ത്രീയുടെ, അതായത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ കരച്ചിൽ കണ്ടിട്ട് ഇതേപോലെ തന്നെ വേറൊരു ഇൻകം സോഴ്സ്, ഇവർക്ക് വേറെ ഇൻകം സോഴ്സ് ഇല്ല ആ സമയത്ത്, അത് ശ്രദ്ധിക്കണം. വേറെ ഇൻകം സോഴ്സ് ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരിക്ക് അന്ന് കിടന്ന് അടച്ചുറപ്പുള്ളൊരു വീടും നല്ല രീതിയിൽ അന്ന് സെറ്റപ്പ്, അന്നത്തെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല അടച്ചുറപ്പുള്ളൊരു വീട് സെറ്റപ്പ് ചെയ്ത് കൊടുത്താണ് ആ അച്ഛനും ആ കോൺട്രാക്ടർ അവരൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് സ്റ്റാർ മാജിക്കിന് വരെ, ഇപ്പോൾ സ്റ്റാർ മാജിക്കും കൂടെ അവരും കൂടെ ചേർന്നിട്ടാണല്ലോ ഈ വീട് എല്ലാം കൂടെ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ കൊടുത്തത്. അവർക്ക് വേണം ആദ്യത്തെ അടി കൊടുക്കാനായിട്ട്. അതായത് ഇതേപോലത്തെ ടീംസിന് വീട് വെച്ച് കൊടുത്തതിനാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് ആ വീടും വേണ്ട ഒന്നും വേണ്ട. അതായത് ഇപ്പോൾ വേണ്ട. കാരണം എന്താ, ഇപ്പോൾ പൈസ ആയല്ലോ, ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ. അതായത് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതേപോലൊരു ആൾക്കാർ കാരണം ബാക്കി അർഹതപ്പെട്ടവർക്ക് പോലും വീട് കിട്ടാത്ത അവസ്ഥയായി പോകും. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.